മക്കളെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ആക്റ്റീവ് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ബിസിനസ്സിൽ അവർ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരിക്കും, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടായിരിക്കും. രണ്ടാമത്തേതാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് സീക്രട്ട് പാർട്ട്ണർ. ബിസിനസ്സിൽ അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ബിസിനസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ മറ്റു ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഒരാൾ ആ ബിസിനസ്സിലെ പാർട്ട്ണർ ആണെന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ബിസിനസ്സിൽ യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പം ആഡ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ബിസിനസ്സിൽ അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് പാർട്ട്ണർ ബൈ എസ്റ്റപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ മറ്റാളുകൾ വിചാരിക്കും അദ്ദേഹം പാർട്ട്ണറാണ്. അദ്ദേഹം ചിലപ്പോൾ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യും, പക്ഷെ ഇവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നില്ല. ലാസ്റ്റ് വൺ ആണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇതിൽ മറ്റാളുകൾ വിചാരിക്കുന്നു അദ്ദേഹം പാർട്ട്ണർ ആണെന്ന്. വേറൊരാൾ ചോദിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഡിനൈ ചെയ്യില്ല അദ്ദേഹം പാർട്ട്ണർ അല്ല എന്നൊരു കാര്യം, പക്ഷെ ബിസിനസ്സിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് അദ്ദേഹം പങ്കെടുക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിച്ചോളൂ.